സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാവുകയാണ്. നിശാഗന്ധിയിൽ വൈകിട്ട് 6:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. നടൻ കുഞ്ചാക്കോ ബോബൻ മുഖ്യാതിഥിയാകും. 5:30 മുതൽ ചലച്ചിത്ര താരം ശോഭനയുടെ നൃത്ത പരിപാടിയും അരങ്ങേറും. ഈ മാസം 30 വരെയാണ് ജില്ലകളിൽ ആഘോഷം. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നാടും നഗരവും ആഘോഷത്തിരക്കിലാണ്. വിജിൻ വായാന്തോർ വിശദാംശങ്ങളുമായി. വിജിൻ, അങ്ങനെ മറ്റൊരു ഓണത്തെ കൂടി വരവേൽക്കുകയാണ് കേരളം. ഇക്കുറി ഓണം വാരാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര കണ്ട് പൊലിമയുണ്ടാകും? എന്തൊക്കെ ചടങ്ങുകൾ ഉണ്ടാകും? എത്ര വലിയ പ്രതിസന്ധി വന്നാലും മലയാളികൾ ഓണത്തിന് ഒരു മുടക്കവും വരുത്താറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനിപ്പോൾ ചാല മാർക്കറ്റിലാണ് ഉള്ളത്. ഇന്ന് ഇപ്പോൾ ഓണം വാരാഘോഷത്തിന്റെ പതാക ഉയരുകയാണ്. അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് അതിന്റെ കനകക്കുന്നിൽ പതാക ഉയർത്തുന്നത്. അതിനുശേഷം നാളെ മുതലായിരിക്കും വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. അടുത്ത 7 ദിവസം പിന്നീട് തിരുവനന്തപുരം നഗരം വർണ്ണാലങ്കാരങ്ങൾ കൊണ്ട് നിറയും. ഒപ്പം തന്നെ വലിയ ആഘോഷ രാവുകളും പകലുകളും ഒക്കെയായി അത് മാറുകയും ചെയ്യും. സാധാരണഗതിയിൽ കോവിഡ് കാലത്ത് മാത്രമാണ് ഒരു ചെറിയ ഇടവേള ഈ ആഘോഷ പരിപാടികൾക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയ കളറായി തന്നെയുള്ള ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. പൂക്കളങ്ങൾ ഒരുക്കാനുള്ള പൂക്കളൊക്കെ മുഴുവനായും എത്തിയില്ലെങ്കിലും ഏകദേശം ഒക്കെ ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചാല മാർക്കറ്റിൽ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ തിരക്കിലേക്ക് കടക്കുന്നേ ഉള്ളൂ. കാരണം നാളെ മുതൽ ആഘോഷം തുടങ്ങുന്നു. ഇനി ഒന്നാം ഓണവും തിരുവോണവും ഒക്കെ വരുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ആ ആഘോഷ പരിപാടികൾ എത്തിച്ചേരുക. നമുക്ക് ഇവിടുത്തെ വ്യാപാരികളോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ എന്നുള്ള കാര്യം. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ ഓണാഘോഷം തുടങ്ങുന്ന? ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. സ്കൂള്, കോളേജ്, ഓഫീസ് അങ്ങനെയുള്ള ഘട്ടം കഴിഞ്ഞു പോയി. ഇപ്രാവശ്യം ഓണം ആദ്യം വന്നതുകൊണ്ട് സ്കൂള്, കോളേജുകളുടെ ബിസിനസ് വളരെ കുറവായിരുന്നു. പരീക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്കൂൾ, കോളേജുകളുടെ കച്ചവടം കുറവായിരുന്നു. എന്നിരുന്നാലും നാളെ മുതൽ ബിസിനസ് നല്ല രീതിയിൽ ആരംഭിക്കും. ഉത്രാടപ്പാച്ചിലിന്റെ ബിസിനസ്സാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ ഒരു കച്ചവടത്തെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഉത്രാട കച്ചവടമാണ്. ഇത്തവണ എങ്ങനെയുണ്ട് ഈ പൂക്കളുടെയൊക്കെ വില? പൂക്കൾ അധികമായിട്ടുള്ള വില കയറിയിട്ടില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച വിലയൊന്നും വന്നിട്ടില്ല. എന്നാലും 1-2 റയർ സാധനങ്ങൾക്ക് മാത്രമേ വില കയറിയിട്ടുള്ളൂ. റോസിനും വെള്ള ജമന്തിക്കും ട്യൂബ് റോസിനും മാത്രമേ ഇപ്പം വില കയറിയിട്ടുള്ളൂ. എവിടുന്നാണ് ഈ പൂക്കളൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നത്? തമിഴ്നാട്. ഇത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഗണ്യമായ കൃഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മൊത്തമായിട്ട് ഇപ്പോൾ വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. കർണാടകത്തിന്റെ വിവിധ മേഖലകളിലായ ഒത്തൂർ മേഖലകളിലും അതിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നത്. പൂക്കൃഷി ഏറ്റവും കൂടുതൽ ഇപ്പോൾ കർണാടകത്തിലോട്ട് മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലുള്ള കൃഷി തോവാളയായിരുന്നു ഏറ്റവും കൂടുതൽ കൃഷി ലഭിച്ചിരുന്ന സ്ഥലം. അവിടെ പിച്ചിയും മുല്ലയുമായി മാറിയിരിക്കുന്നു. ആ പിച്ചിയും മുല്ലയ്ക്കും തന്നെ അവിടെ കുറവ് വന്നിട്ടുണ്ട്. അതും വേറെ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് കയറ്റി മാർക്കറ്റിൽ നിന്ന് കയറ്റി വരുന്ന ഒരു കച്ചവട രീതിയായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സാധനം വരുന്നത് ഇപ്പോൾ വരുന്ന സാധനം കർണാടക സംസ്ഥാനത്തിൽ നിന്നാണ്. അതിന്റെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചെലവ് കൂടുതലുണ്ടോ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട്? എക്സ്പെൻസ് കൂടും. എക്സ്പെൻസ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇപ്രാവശ്യത്തിന് വണ്ടി വാടക ഗണ്യമായി കൂടിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വില വർധനമൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാത്തിനും ബാധിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ആദ്യം ബാധിക്കുന്നത് പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചാൽ സാധനങ്ങളുടെ വില എല്ലാത്തിനും വർദ്ധിക്കും. വണ്ടി വാടകയിലല്ലേ ആദ്യം തുടക്കം കുറിക്കുന്നത്? ട്രാൻസ്പോർട്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇത്തവണ അങ്ങനെ ജനങ്ങൾക്ക് എങ്ങനെ ഒരു ആഘോഷം, വലിയ സാമ്പത്തികം മുടക്കിയിട്ടുള്ള ആഘോഷമായിരിക്കും, അല്ലെങ്കിൽ മിതമായ തരത്തിൽ തന്നെ ആഘോഷിക്കാൻ കഴിയുമോ? ഇല്ല, ഓണം എല്ലാവരും ആഘോഷിക്കും. മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം ആഘോഷിക്കും. അത് തന്നെ യാതൊരു ഇതുമല്ല. എല്ലാവർക്കും കച്ചവടം ഉണ്ടാകും. എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടി തന്നെ മലയാളിയെ ഒന്നടങ്കം അത് ചെയ്യും. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടായിരുന്നാലും ഏത് മൂലയിലുണ്ടായിരുന്നാലും ശരി, ആ മലയാളി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓണാഘോഷം നടത്തിയിരിക്കും. സൈഫുദ്ദീൻ, എന്തായാലും അത് തന്നെയാണ്. അതായത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ, കടയിലെ ചേട്ടൻ പറഞ്ഞതുപോലെ, മലയാളിക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, എന്തൊക്കെ വലിയ വിലക്കയറ്റം ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും, പക്ഷേ മലയാളി, നമ്മൾ
കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറഞ്ഞതുപോലെ അതേ നിലയിൽ തന്നെയാണ് മലയാളിയുടെ ഓണാഘോഷം. അതുകൊണ്ട് കച്ചവടക്കാർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്, വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. എത്ര വലിയ വിലക്കയറ്റമായാലും എത്ര തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും മലയാളികൾക്ക് ഓണം അത് എല്ലാ കാലത്തും വലിയ ആഘോഷമാണ്. അതിനുള്ള എല്ലാ ഇടപെടലുകളും അവർ നടത്തും. സാമ്പത്തികമായി ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പക്ഷേ അത് എങ്ങനെ ആഘോഷിക്കണമെന്ന് മലയാളികൾക്ക് നന്നായി അറിയാം. എന്തായാലും തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ് ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുള്ള മാർക്കറ്റാണ്. പക്ഷേ ഇപ്പോൾ ഓണം കൂടി വന്നതോടുകൂടി ആ തിരക്ക് കൂടുതൽ സജീവമാവുകയാണ്. ഉത്രാടപ്പാച്ചിലൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി സാധാരണഗതിയിൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. വലിയ തിരക്കായിരിക്കും. ചെറിയ ചെറിയ മാർക്കറ്റുകളാണ്, ചെറിയ ചെറിയ പച്ചക്കറി മാർക്കറ്റുകൾ, ഒപ്പം തന്നെ മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റുകൾ ഒക്കെയാണ് നിലവിൽ ഉള്ളത്. ചേട്ടാ, ഓണമായിട്ട് നിന്ന് പ്രത്യേക വലിയ കച്ചവടമൊന്നും കിട്ടുന്നില്ല. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത് നാളെ മുതലാണ്. കിട്ടിയാലാ 2 ദിവസം. ഇത്രയും വലിയ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പുള്ള ആ ഇതൊന്നും ഇപ്പോഴും ഇല്ല. അതെന്താണോന്ന് അറിയില്ല. ചാലക്കട മൊത്തത്തിൽ നാളെ മുതൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ വന്നാ വരട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും, അത്രയല്ല. അല്ലാതെ വലിയ ഇതൊന്നും കാണുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഇപ്പോൾ നിലവിൽ വലിയ തരത്തിലുള്ള തിരക്കില്ലെന്നാണ് ഈ പാത്രങ്ങളൊക്കെ വെക്കുന്ന കടയിലെ ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ ഇതാ ഒരു പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെയൊക്കെ തിരക്ക് സാധാരണഗതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഓണത്തിന്റെ തിരക്കിലേക്ക് ഇന്ന് കുറവാണ്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ പറ്റൂല. ബാക്കിൽ ഇടിച്ചിടിച്ച് അങ്ങ് മുര കൊണ്ടുപോകും. അത്രയ്ക്ക് ഇപ്പൊ ഈ ഓണത്തിന്റെ പർച്ചേസിന് വന്നതാണോ അല്ലെങ്കിൽ ഓണത്തിന്റെ പർച്ചേസിന് വന്നത് തന്നെയാണ്. ഇനിയിപ്പോ ഉത്രാടപ്പാച്ചിലൊക്കെ ആകുമ്പോ പിന്നെ ഒന്നുകൂടെ അത് തലേ ദിവസം ഭയങ്കര തിരക്കായിരിക്കും. ഇതിന്റെ അപ്പുറമായിരിക്കും. ചാല മാർക്കറ്റിലേക്ക് തന്നെയാണ് വരാറ്. ശരി, ഞങ്ങൾ ആറ്റിങ്ങിൽ നിന്നാണ് വന്നത്. ആറ്റിങ്ങിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം പാപ്പനംകോട്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നുള്ള വിവരങ്ങളും വിശേഷങ്ങളുമാണ് വിജിൻ പങ്കുവച്ചത്.